അത്യന്തം വേദനാജനകമായ ഒരു വാർത്ത. പ്രശസ്ത ചലച്ചിത്ര ടെലിവിഷൻ താരം സുബി സുരേഷ് അന്തരിച്ചു. 41 വയസ്സായിരുന്നു. ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കരൾ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിൽ കഴിയുകയായിരുന്നു. സിനിമാല എന്ന കോമഡി പരിപാടിയിലൂടെയാണ് സുബി സിനിമയിലേക്ക് കടന്നു വരുന്നത്. രാജസേൻ സംവിധാനം ചെയ്ത കനകസിംഹാസനമാണ് ആദ്യ ചിത്രം. തസ്കര ലഹള, ഗ്രഹനാഥൻ, ഡ്രാമ തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു. ടെലഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ ജയറാം, വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ്. സുബി സുരേഷ് ഈ ഒരു ആ, അകാലത്തിൽ പൊലിഞ്ഞു എന്നുള്ളൊരു വാർത്ത എത്തുകയാണ്. എങ്ങനെയാണ് താങ്കൾ അവരുടെ സിനിമാ ജീവിതം, ഒപ്പം ടെലിവിഷൻ ജീവിതത്തെ, അല്ലെങ്കിൽ വ്യക്തിപരമായ സൗഹൃദമുണ്ടെങ്കിൽ അങ്ങനെയും താങ്കൾ ഓർത്തെടുക്കുന്നത്? അല്ല, ഈ ചില നമ്മളെ വിട്ടു പോകുന്ന ചില മരണങ്ങൾ നമുക്ക് അങ്ങനെ ഒരാളും നമ്മളെ വിട്ടു പോയി എന്നുള്ളത് മനസ്സിലേക്ക് കടന്നു വരാൻ കുറെ സമയമെടുക്കും. എന്നെ സംബന്ധിച്ച് 10-15 മിനിറ്റ് ആയിട്ടില്ല ഞാൻ ഈ ന്യൂസ് അറിഞ്ഞിട്ട്. ഇപ്പോഴും എനിക്കിത് നിങ്ങൾ വിളിക്കുമ്പോഴത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതങ്ങനെ അല്ലാതാവട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം ഒരു ചെറുപ്രായം എന്ന് മാത്രമല്ല, എല്ലാം അനുഗ്രഹങ്ങളും കിട്ടിയ ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ് അവർ. സ്റ്റേജിൽ നിന്നാണ് അവരും വന്നിട്ടുള്ളത്, സ്റ്റേജിൽ നിന്നാണ് ഞാനും വന്നിട്ടുള്ളത്. അതുകൊണ്ട് എത്രത്തോളം അവർ സ്റ്റേജിൽ അവരുടെ ഒരു ബ്രില്യൻസ് എന്ന് പറയുന്നത് ഭയങ്കരം തന്നെയായിരുന്നു. അത് കണ്ടിട്ട് തന്നെയാണ് രാജസേനൻ ആ സിനിമയിലേക്ക്, കനകസിംഹാസനം എന്നുള്ള സിനിമയിലേക്ക് ഞാനും കൂടിയാണ് സജസ്റ്റ് ചെയ്യുന്നത്. സേനൻ ഇങ്ങനത്തെ ഒരു കണ്ടു നോക്കണം, ഒരു സ്റ്റേജിൽ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു പെർഫോം ചെയ്യുന്ന കുട്ടിയാണെന്ന് പറഞ്ഞിട്ടാണ് അതിലേക്ക് വരുന്നത്. അതിലേക്ക് വന്നിട്ട് സുബി ഓരോ സീനും പെർഫോം ചെയ്യുന്നത് ബാക്കി എല്ലാവരും ക്ലാപ്പ് ചെയ്താണെന്ന് കണ്ടത്. ഓരോ സീനും. അപ്പൊ അവരുടേതായിട്ടുള്ള ഒരു ശൈലിയുണ്ട് അവർക്ക്. പിൽക്കാലത്ത് ആ ശൈലിയാണ് അവരുടെ ഏറ്റവും പോപ്പുലർ ആയത്. അത് സ്റ്റേജിലായാലും TV ഷോസിലായാലും സിനിമയിലായാലും എല്ലാം. കൽപ്പനയ്ക്ക് ശേഷം ശരിക്കും നമുക്ക് ആ ഒരു സ്ഥലത്തേക്ക് പോസ്റ്റ് ചെയ്യാവുന്ന ഏത് ക്യാരക്ടറിനും ഒരു സുബി ആപ്റ്റായിരുന്നു. വലിയ നഷ്ടം തന്നെയാണ്. ഒരു ടെലിവിഷൻ താരം എന്ന നിലയിൽ അവരുടെ ഒരു പെർഫോമൻസ് എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? അല്ല, ടെലിവിഷനിൽ അവരൊരു ഷോ ചെയ്യുന്നത് ഞാൻ സ്ഥിരമായിട്ട് കാണുമായിരുന്നു. കാരണം അത് അവർക്ക് വേണ്ടി മാത്രം ഞാൻ ആ ഷോ കാണുമായിരുന്നു. ഒരു കുട്ടികളെ ഇരുത്തിയിട്ടുള്ളൊരു ഷോ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ഈ പ്രോഗ്രാം ആങ്കർ ചെയ്യാനും ഒരു സ്റ്റേജ് കൈകാര്യം ചെയ്യാനും, ടോട്ടൽ ഒരു 3 മണിക്കൂറിന്റെ ഷോ ആണെങ്കിൽ അതിൽ ആൾക്കാരെ പിടിച്ചിരുത്താനും ആ ഷോയിൽ പെർഫോം ചെയ്യൽ ആങ്കറായിട്ടും എല്ലാം. കാരണം അവർക്ക് അതിൻ്റെ ഒരു ഓഡിയൻസിന്റെ പൾസ് അറിയാവുന്ന ഒരു നല്ല ഒരു ഇതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്റ്റേജിൽ പറയേണ്ട കാര്യമില്ല. സിനിമയിലും അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും ഒരു ഓൾറൗണ്ടർ ആയിരുന്നു. അത് വലിയ നഷ്ടം തന്നെയാണ്. ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ ചെറുപ്രായത്തിൽ പാവി കുഞ്ഞിനെ സംഭവിച്ചില്ല. നന്ദി ശ്രീ ജയറാം, താങ്കൾ സുബിയെ ഓർത്തെടുത്തതിനെ. പ്രശസ്ത ചലച്ചിത്ര ടെലിവിഷൻ താരം സുബി സുരേഷ് അന്തരിച്ചു എന്നുള്ള വാർത്തയാണ് എത്തുന്നത്.